ആ സാറോ? ആയില്ലയോ അല്ലേ? ഒന്ന് നാഗദൈവങ്ങളെ വണങ്ങിട്ട് പോകാന്ന് കരുതി. അത് നല്ല കാര്യ. അല്ല, സാറന്ന് സ്വാമിനാഥ സാറിനെ തിരക്കിയില്ലേ? അതെ. ആ സ്വാമിനാഥ സാറിന്റെ മകളാണ് ആ പോയത്. ഓ. അവരച്ഛനും മക്കളും മിക്കപ്പോഴും ഇവിടെ വരും. ആ പോയ ദേവനന്ദയ്ക്ക് 2 പെൺമക്കളാ, പിന്നെ 2 അനന്തരവന്മാരും. എല്ലാവർക്കും വേണ്ടിയാ പൂജ നടത്താൻ വന്നത്. സാറിന് പ്രത്യേകിച്ച് വഴിപാടെന്തെങ്കിലും നടത്തണോ? എന്റെ നക്ഷത്രം ആയില്യമാണ്. പിന്നെ മഞ്ജിമ എന്ന പേരില് ഒരു അർച്ചന നടത്തണം. നാള് പോയ ദേവനന്ദയുടെ മൂത്ത മോളുടെ നാള് തന്നെ. ഓ, അതിന്റെ പേര് മഞ്ജിമ തന്നെയാണല്ലോ. മഞ്ജിമ മകയിരം. അതെ, മകയിരം. പിന്നെ ഒരു 100 പാലും നടത്തണം. മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. കുട്ടികളൊക്കെ ആയോ? ഇല്ല. ഈ പറയണ മഞ്ജിമയ്ക്കും കുട്ടികളൊന്നും ആയിട്ടില്ല. അതിനുവേണ്ടി പ്രത്യേക പൂജ നടത്തിയിട്ടാ ഇപ്പൊ അവര് പോയത്. 2 അനന്തരവന്മാരുടെയും കല്യാണം കഴിഞ്ഞു. അവർക്കും കുട്ടികളില്ല. അതിനും പ്രത്യേകം വഴിപാട് കഴിക്കേണ്ടായി. നിക്ക, വഴിപാട് ഇപ്പൊ തരാം. അപ്പച്ചി എന്തുകൊണ്ടാ സ്വന്തം മക്കളെ പോലും മാറ്റി നിർത്തിയിട്ട് കാർത്തൂനെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ എന്തായാലും അതിനൊരു ഉത്തരം കിട്ടി. എന്താ അതിന്റെ ഉത്തരം? അയാളുടെ ഭക്തി തന്നെ. ദൈവങ്ങൾ അയാളുടെ മുഖം അപ്പച്ചിയുടെ ഉള്ളിൽ അങ്ങ് പതിപ്പിച്ചു കളഞ്ഞു. അതിപ്പോ എന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾക്കൊപ്പം വന്ന ശേഷം സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് നമ്മുടെ തറവാട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അനന്തു വിളിക്കും. മഞ്ജുവിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞാലും അവള് സംസാരിക്കില്ല. പിന്നെ അമ്മമാരെയല്ലേ മക്കൾ വന്ന് കാണേണ്ടത്. അവന് കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ വരുന്നില്ലല്ലോ. വന്നാലേ അവൾ അവനെ വെച്ചേക്കില്ല. അതുകൊണ്ടാ വരാത്തത്. സത്യം പറയാലോ, നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടായപ്പോ എനിക്ക് വല്ലാത്ത വിഷമായിപ്പോയി. നിങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേടും ഉണ്ടാകരുതെന്നാ ഇപ്പോഴെന്റെ പ്രാർത്ഥന. ഇനി ഒരു പൊരുത്തക്കേടും ഉണ്ടാവില്ല. അങ്ങനെ പൊരുത്തക്കേട് ഉണ്ടായാലേ എന്നെ ആദ്യം തള്ളിക്കളയുന്ന അപ്പച്ചിയായിരിക്കും. ഞങ്ങൾ അനന്തരവന്മാരെക്കാളും മക്കളെക്കാളും ഇപ്പൊ അപ്പച്ചിക്ക് ഇഷ്ടം കാർത്തൂനെ. ആ ദേ പറഞ്ഞു തീർന്നില്ല ആളെത്തി. ആയില്യമായിട്ട് നാഗക്ഷേത്രത്തിൽ പോയോ? പോയി. ഇവിടുന്ന് നല്ല ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നേ. അല്ലെങ്കിൽ ഏട്ടത്തി അരുണും കാർത്തും ഒക്കെ വരണമെന്നുണ്ടായിരുന്നു. ഡാ പ്രസാദം. എന്നടാ, എന്റെ കൈ ശുദ്ധമല്ല, അപ്പച്ചെന്നെ കിട്ടുക. 100 പാലും നടത്തിയതിന്റെ പ്രസാദം. കാർത്തു എവിടെ? മോളെ, ആയില്യായിട്ട് അമ്പലത്തിലൊന്ന് പോയി. ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ തറവാട്ടിലേക്ക് വലിയ ദൂരമില്ല. എങ്കിലും ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയാ മതിയെന്ന് മനസ്സ് പറഞ്ഞു. കാർത്തുമില്ലാതെ അപ്പച്ചിക്ക് ഇപ്പൊ ഒരു ജീവിതം ഇല്ലല്ലോ. ഇല്ലാന്ന് പറയാൻ എനിക്കൊരു പേടിയില്ല, നാണക്കേടുമില്ല. പക്ഷേ ഇതെനിക്ക് പേടിയാ. അപ്പച്ചി ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പഞ്ചുവേടത്തെയും മാളും ഞാനും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുവാ. ഇനിയിപ്പൊ ആ അകലം അങ്ങനെ നിൽക്കത്തേയുള്ളൂ. അവര് രണ്ടാളെ ഇനി ഒരിക്കലും കാർത്തുമായിട്ട് അടുപ്പം കാട്ടാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും പറയണ്ട എടുത്തി. ദൈവങ്ങളെ വിചാരിച്ച നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? എന്റെ ജീവിതത്തിൽ തന്നെ നടക്കില്ലെന്ന് കരുതിയ പലതും ഇതിനോടകം നടന്നു കഴിഞ്ഞു. അതെന്താ ദേവേ നടക്കാത്ത കാര്യം നടന്നത്? അങ്ങനെ പലതും ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്നാലും നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്
ഈ നിൽക്കുന്ന ആള്. എന്റെ മക്കൾ എന്നോട് പിണങ്ങിയാലും അവരെന്നെ ശരത്തേട്ടനെയും തള്ളിക്കളഞ്ഞാലും പ്രായം ചെല്ലുന്ന സമയത്ത് എന്റെ അരികിലുണ്ടാവും എന്റെ മോള്. അതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പൊ തന്നെ അപ്പച്ചിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് അറിഞ്ഞ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഇയാളാ. അതുകൊണ്ടാ അപ്പച്ചിയുടെ മക്കളെ വേദനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന പോലും. അതിന്റെ പേരിൽ ഇനി അപ്പച്ചിയുടെ മനസ്സ് നോവാൻ പാടില്ല, അങ്ങനെ ഇയാൾ പറയുന്നത്. ഞാനെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാ ചിന്തിക്കാറ്. ഇത്രയും നാളും അമ്മ എന്ന് പറഞ്ഞ അവർക്ക് ജീവനായിരുന്നു, അതുപോലെ തന്നെയാ തിരിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ കണ്ടപ്പോ അതിനേക്കാളും കൂടുതൽ സ്നേഹം എനിക്ക് തന്ന ഒരു മക്കളും അത് സഹിക്കില്ല. അവർക്ക് കൊടുക്കേണ്ട സ്നേഹമൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പിന്നെ അവരത് കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പത്തിരുപത്തിമൂന്ന് കൊല്ലം ഒരമ്മയുടെ സ്നേഹം കിട്ടാതിരുന്നത് മോൾക്ക. അമ്മമാരടുത്തുള്ളപ്പോ അതിന്റെ വില അറിയില്ല. അവരോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തല്ലുകൂടാനേ സമയം കാണൂ. എന്നാ അമ്മ ഇല്ലാതെ വളർന്ന മോൾക്ക് അതിന്റെ നഷ്ടം അറിയാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ മോളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. ദേ, ഈ നിൽക്കുന്ന ഇടത്തേക്ക് 2 മക്കൾ മാത്രമല്ല, മാളും മഞ്ജും ഒക്കെ സ്വന്തക്കാരാ. എന്നാ അതിനേക്കാളും ഇപ്പോ ഇടത്തേക്ക് കാർത്തൂനല്ലേ ഇഷ്ടം. അത് പിന്നെ പറയണോ? ആ, അതാ പറഞ്ഞത്. മോൾക്ക് എന്തോ ഒരു കാന്തശക്തി ഉണ്ടെന്ന്. അതാ ഞങ്ങളെയൊക്കെ മോളുമായിട്ട് അടുപ്പിക്കുന്നത്. അത് കാന്തശക്തി അല്ല അപ്പച്ചി, പൊക്കിൽ കൂടി ബന്ധ. എന്നിട്ടും ഇയാളെ ഇയാളുടെ അമ്മ കാട്ടിക്കളഞ്ഞ എന്തുകൊണ്ടാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാ ആ അമ്മ ഈ ലോകത്തെ ഏറ്റവും നല്ല അമ്മയായിരിക്കും. അങ്ങനെയാവാനാ വഴി. പിന്നെ സാഹചര്യം എതിരായാൽ ചില നേരത്ത് മനുഷ്യന് തെറ്റായ ചിന്തകളൊക്കെ തോന്നും. എന്തു തോന്നിയാലും ശരി, സ്വന്തം കുഞ്ഞിനെ മൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ കൊടുത്ത ആ അമ്മയുണ്ടല്ലോ, അവളെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയാണ് വേണ്ടത്. എപ്പോഴെങ്കിലും മോളെ മോളുടെ അമ്മ തിരിച്ചറിഞ്ഞടുത്തു വന്നാ അവളെ തല്ലേണ്ടത് മോളാ. അതിനുള്ള അർഹത മോൾക്കുണ്ട്. ഞാൻ ആരെയും തല്ലാറില്ലമ്മേ. പക്ഷേ അവരെ ഞാൻ ഒരിക്കലും അടുത്തോട്ട് വരാൻ സമ്മതിക്കില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീയാ അവര്. ഞാനെന്തായാലും അമ്പലത്തിലെ പ്രസാദം മഞ്ജുവിനും കൊണ്ടു കൊടുക്കട്ടെ. അപ്പോ ഒന്ന് കഴിക്കുന്നില്ലേ അപ്പച്ചി? വേണ്ട മോളെ, ഞാൻ പോയിട്ട് വരാം. പോട്ടെ മോനെ. പാവം, അതിരാവിലെ ഇറങ്ങിയതായിരിക്കും. ആളാകെ മാറിപ്പോയി. നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു മാറ്റം. മോള് വാ, നമുക്ക് പൂജാമുറി കൊണ്ടുവയ്ക്കാം. ഡോക്ടറായിരുന്നോ? പെട്ടെന്നെന്താ വന്നെന്നായിരിക്കും. ഇത് കണ്ടില്ലേ, അമ്പലത്തിലെ പ്രസാദം. ഒരു നാഗക്ഷേത്രമുണ്ട് തുഞ്ചത്തുകാവില്. അയ്യോ അറിയാം, അവിടെ ഞങ്ങളൊക്കെ പോകുന്നതാ. ആണോ? ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രം അത്. ഇടയ്ക്കിടയ്ക്ക് മോളവിടെ പോകുന്നത് നല്ലതാ. പ്രസാദം.
ഇപ്പൊ കൊറേ ആയി പോയിട്ട്. ആഹാ, ഡോക്ടർ എത്തിയോ? അകത്തേക്ക് വരൂ. നമ്മുടെ തുഞ്ചത്തുകാവ് നാഗക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ആഹാ, ഡോക്ടർ അവിടെയൊക്കെ പോവാറുണ്ടോ? പിന്നെ കുട്ടിക്കാലം മുതലേ പോകാറുള്ള അമ്പല. ഇരിക്കും ഡോക്ടറെ. ആ, ഞാൻ കഴിഞ്ഞ ദിവസം അനന്തേട്ടനോട് പറഞ്ഞേ ഉള്ളൂ അവിടെ വരെ ഒന്ന് പോണോന്ന്. അതെ, ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അത് വലിയ യാത്രയാണോ? വിശ്വാസമുള്ള അമ്പലങ്ങളില് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നല്ലതാ. ഫലം കിട്ടുന്ന അമ്പലം ആയതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോണം. ഉം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മണ്ണാർശാലയില് ഉരുളി കമിഴ്ത്താറുണ്ട്. അതൊക്കെ ഒരു വിശ്വാസം. ഞങ്ങള് ഡോക്ടർമാര് പകുതി ജോലിയെ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. അതുകൊണ്ടാ ഇപ്പോഴത്തെ നിരാശ മാറാൻ ഫലസ്ഥിതിയുള്ള അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞത്. എന്നാലും ഇന്നലെ വന്ന ഡോക്ടർ ഇന്നും വന്നപ്പോ അത്ഭുതമായി. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരവുണ്ടാവും. എന്റെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനേക്കാൾ നല്ലതാ നേരിട്ട് വന്ന് ചോദിച്ചറിയുന്നത്. ആ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പിന്നെ എന്റെ വൈഫിനെ അവിടെ വന്നപ്പോ മനസ്സിലായി കാണുമല്ലോ. ആരാണ് എന്താണെന്നൊന്നും ഒരു ബോധവുമില്ല. ഇഷ്ടപ്പെടാതെ വന്ന മുഖത്ത് നോക്കി പ്രതികരിക്കും. പിന്നെ അത്യാവശ്യം എന്നെ സംശയവും ഉണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടർക്ക് ചായ എടുക്കാം. അയ്യോ വേണ്ട മോളെ, ഒരു ചായയൊക്കെ കുടിക്കാം. ആ അനന്തും ഇരിക്കും. ആ, എന്റെ ഒരു അപ്പച്ചിയുണ്ട്, ദേവനന്ദ എന്ന പേര്. അപ്പച്ചി ഈ പറയുന്ന അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോവാറുണ്ട്. അവരിപ്പോ എവിടെ താമസം? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാ. ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. മുമ്പൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഇപ്പോ അമ്മയും മോളും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിലാ. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അമ്മമാരോട് മക്കൾ പിണങ്ങാൻ പാടില്ല. കുട്ടിക്കാലത്ത് അവര് നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് പ്രായം പക്വത എത്തുമ്പോ നമ്മൾ അവരോട് അതേ രീതി തന്നെ പെരുമാറണം. അവരുടെ ഭാഗത്തെ ചെറിയ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണം. അവരമ്മയും മോളും അല്ലേ, ഈ പിണക്കത്തിനൊന്നും വലിയ ആയുസുണ്ടാവില്ല. മഞ്ജുവിന് ഒരു അനിയത്തി ഉണ്ടല്ലേ? ആ ഉണ്ട്, മാളവിക എന്ന പേര്. മാളൂന്ന് വീട്ടിൽ വിളിക്കും. മഞ്ജുവും മാളുവും. ഇപ്പൊ വരാം ഡോക്ടർ. ആ ഒരാള് വന്നിട്ടുണ്ട്. ഞാൻ അയാളൊന്ന് പറഞ്ഞു വിട്ടിട്ട് വരട്ടെ. ഡോക്ടർ ചായ കുടിക്കും. ആ എങ്ങോട്ടാ? എന്തിനാ വന്നത്? ഇന്ന് ആയില്ലുമില്ലേ, അമ്പലത്തിൽ പൂജയൊക്കെ നടത്തി. പൂജ നടത്തിയെങ്കിൽ അവിടെ പൂജയ്ക്ക് പങ്കെടുക്കാൻ ചിലരൊക്കെ വന്നു കാണുമല്ലോ. ആരും വന്നില്ല. ഞാൻ എന്റെ മക്കൾക്കും അനന്തരവന്മാർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു, വഴിപാടുകൾ നടത്തി. മക്കൾക്കെന്ന് പറയാതെ അവൾക്ക് വേണ്ടി നടത്തി കാണും. ഞാൻ വഴക്കിടാനല്ല വന്നത്, അമ്പലത്തിലെ പ്രസാദം തരാനാ. പ്രസാദമൊക്കെ എനിക്ക് കിട്ടി. എവിടുന്ന്? അതെവിടുന്നെങ്കിലും ആയിക്കോട്ടെ. അമ്മ അമ്മയുടെ പാട്ടിന് പോവാൻ നോക്ക്. ഞാൻ അനന്തുവിനെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം. നിക്ക്. അനന്തുവേട്ടന് അമ്മയെ കാണാൻ താല്പര്യമില്ല. എനിക്കും. ദയവ് ചെയ്ത് സ്വസ്ഥത കളയാതെ ഒന്ന് പോകുന്നുണ്ടോ? ആരാ വന്നത്?
അത് ആനന്ദവേട്ടന്റെ ഒരു കൂട്ടുകാരനാ. അവര് സംസാരിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി വരണ്ട. ഇതേ എന്റെ കുടുംബ വീടാ. ആണെങ്കിൽ ഞങ്ങളങ്ങ് ഇറങ്ങിത്തരാം, പറഞ്ഞാ മതി. ഞങ്ങളെ ഇറക്കിയിട്ട് വേണമല്ലോ ഇറങ്ങിപ്പോയവരെ വീടിനകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ. നീ എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അമ്മയുടെ മുഖം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മുന്നിലോട്ട് വരരുത്. ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. ഒരമ്മയ്ക്കും മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല. അത് മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കാര്യമാ. എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട പ്രഷർ കൂടും. ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് കഴിയുക. ആനന്ദവേട്ടനും അതിന്റെ സന്തോഷമുണ്ട്. ദേ ഇപ്പൊ ഒരു ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞങ്ങളെ ശല്യം ചെയ്യാതെ പോ നോക്ക്. ഈ പ്രസാദം എടുക്ക. എന്താ മഞ്ജു ഈ കാണിച്ചേ? ഇനി പ്രസാദമായിട്ട് ഇവിടെ വന്നാ ഇതായിരിക്കും അനുഭവം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരരുത്. ഇതുകൊണ്ട് തന്നെയാ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരാത്തത്. അമ്മമാരെ വിഷമിപ്പിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള അർഹതയില്ലടി. ഈ രീതിയിലൊക്കെ അമ്പലത്തിൽ നിന്ന് എന്നെ ശപിച്ചു കാണും. എന്നിട്ട് പ്രസാദവുമായിട്ട് വന്നിരിക്കുക. കൊണ്ടുപോയി കൊടുക്ക് ആട്ടിക്കിടന്നവർക്ക്. കാർത്തൂന് കൊടുത്തു കഴിഞ്ഞു. അത് ശരി, അവൾക്ക് കൊടുത്തതിന്റെ ബാക്കി കൊണ്ട് വന്നല്ലേ. അപ്പൊ ഞാൻ വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ട് നന്നായി. നീ ഒരിക്കലും നന്നാവില്ല. ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ നീ അനുഭവിക്കും. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞതേ നാഗദൈവങ്ങളുടെ പ്രസാദ. അവര് പ്രസാദിച്ചാലേ ഒരു കുഞ്ഞെന്ന് നിന്റെ ആഗ്രഹം നടക്കൂ. അതിനെ നാഗദൈവങ്ങളെ ഞാൻ അനന്തോട്ടിനൊപ്പം പോയി കണ്ടോളാം. എന്തായാലും മക്കളെ തള്ളിക്കളയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയേക്കാൾ ശക്തി ഉണ്ടാവും എന്റെ പ്രാർത്ഥനയ്ക്ക്. ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല. അനന്തുവിനോട് പറഞ്ഞേക്ക് ഞാൻ വന്നിട്ട് പോയെന്ന്. എന്തായാലും അകത്തോട്ട് വന്നില്ല. ഡോക്ടറെ കണ്ടില്ല. അല്ലെങ്കിൽ അവളെയും കൂട്ടി ഇന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് എഴുന്നള്ളിയനെ. ആ സർവന്റ് ഒന്നും വന്നില്ലേ? വരാറാകുന്നേ ഉള്ളൂ. മോൾക്ക് പാചകമൊക്കെ അറിയോ? അത്ര വശമൊന്നുമില്ല. മോളുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടല്ലോ. ആരാ വന്നത്? ഒരു പരിചയക്കാരിയാ. വന്നു കഴിഞ്ഞാ പരദൂഷണേ പറയൂ. ഞാനങ്ങ് പറഞ്ഞു വിട്ടു. എനിക്ക് അവിടെ എവിടെയും പറയുന്നവരെ ഇഷ്ടമില്ല. അത് നല്ല സ്വഭാവ. ഞങ്ങള് മോളുടെ അമ്മയെപ്പറ്റി ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. അത് കേട്ടപ്പോഴും മുഖത്ത് ദേഷ്യമുണ്ടല്ലോ. അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമല്ലാണ്ടായോ? മോളുടെ അമ്മ ഒരു പാവ. അമ്മയെ ഡോക്ടർക്ക് അറിയോ? എനിക്കറിയില്ല. പിന്നെ മോളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഡോക്ടർ. എന്തിനാ വെറുതെ അമ്മമാരെ പറ്റി കുറ്റം പറയുന്നത്? അതൊരിക്കലും പാടില്ല. അമ്മ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, മുമ്പൊക്കെ മിക്ക ദിവസങ്ങളിലും വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വരാറില്ല. ഓണത്തിന് പോലും വന്നില്ല. അത്രയ്ക്ക് അകൽച്ചയാണോ? എന്തായാലും അമ്മയും മക്കളും തമ്മിലുള്ള വഴക്കിന് അധിക കാലത്തെ ആയുസുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. ജീവിതം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും അച്ഛനമ്മമാരെയൊക്കെ വണങ്ങിയേ പറ്റൂ.